ബീഫ് ലിവർ റോസ്റ്റ്. അപ്പോൾ ഒരു 1/2 കിലോ ബീഫിൻ്റെ ലിവർ ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് നമുക്കിത് ഒരു 6-7 വിസിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം അഥവാ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങൂല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വരെ ചേർക്കാം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സവാളയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒരു 3 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മുടെ ബീഫ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ സെയിം കുക്കറിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകം നമ്മുടെ വലിയ ജീരകം ഇട്ട് പൊട്ടിക്കുക. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. അതൊന്ന് നമ്മുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന 2 സവാള, ചെറിയ സവാളയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തത്. 2 സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ചെറിയുള്ളി ഒരു കൈപ്പിടിയോളം ചെറിയുള്ളി, ഞാൻ കുഞ്ഞ് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തത്. അത്യാവശ്യം വലുതാണെങ്കിൽ ഒരു കൈപ്പിടി നിറയെ മതി. അത് അരിഞ്ഞതും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കാരണം ഞാൻ ബീഫിൻ്റെ ലിവർ വേവിച്ചപ്പം ആവശ്യത്തിൽ കൂടുതൽ ഉപ്പായിപ്പോയി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം. അപ്പോൾ അത് മസാലകൾ ചേർക്കാൻ സമയമായി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതത്രയും ചേർത്ത് അതൊന്ന് മൂപ്പിക്കാം. അതായത് ആ സവാളയായിട്ട് ഒന്ന് മിക്സായി വരണം. അതൊന്ന് മിക്സായി വരുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ക്യൂബ്സായിട്ട്. ആ ലിവറും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് വീണ്ടും ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങനെ വെള്ളം ചേർക്കണമെന്നില്ല, കാരണം നമ്മൾ റോസ്റ്റ് പോലെയാണല്ലോ എടുക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ആ മസാലയൊക്കെ നമ്മുടെ ലിവറിലോട്ടൊന്ന് പിടിക്കാനും വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം കൈവിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ബീഫ് ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ലിവർ റോസ്റ്റാണ്. എൻ്റെ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് വാച്ച്. താങ്ക് യു.